ഈ തങ്കപ്പെട്ട ചേട്ടനെ കുറിച്ചാണോ നീ അനാവശ്യം? അത്രയ്ക്കും എളിമയാണ്. എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേട്ട എളിമേട്ട എന്നാ വിളിക്കണേ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അവിടെ ഓവർസീൽ വർക്ക് ചെയ്യുന്ന കുട്ടികളെല്ലാരും കൂടെ ചേർന്ന് എനിക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ തന്നു. സത്യം പറഞ്ഞാൽ അവരിങ്ങനെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. ബിക്കോസ് ഞാൻ അതൊന്നും എക്സ്പെക്ട് ചെയ്തൊന്നും അല്ല ഞാൻ അവരോട് ഫ്രണ്ട്ലി ആയിട്ടിരിക്കുന്നത്. എന്തൊരു എളിമ, എന്തൊരു വിനയം. എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഇരുന്നാൽ മാത്രമേ ഒരു ഓഫീസിനകത്തൊരു ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ഉണ്ടാവത്തുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. അപ്പൊ ഞാൻ ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് അവരോട് കാണിച്ചപ്പോൾ അവർ തിരിച്ച് ഇത്രയും ഡെഡിക്കേഷൻ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആവും എല്ലാം കൂടെ. ശവത്തി കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ചെന്ന് കയറിയപ്പോൾ പോലും ആ ഡെക്കറേഷൻസ് എല്ലാം കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ഒരു ഓഫീസ് സ്ഥലത്ത് ഇങ്ങനെയൊക്കെയാണ് ഒരു ഓണറിനെ സ്റ്റാഫുകൾ ട്രീറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്കങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. അപ്പൊ ഇന്നത് അനുഭവിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. ഇന്നിവിടെ ഒരു ലോഡ് കളക്ഷൻ ഉണ്ട്. ലൈക്ക് ഒരു 50 ലക്ഷം രൂപയും കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാം. പൈസ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മിസ് വിനീത, ദിവ്യ ആൻഡ് രാധാകുമാരി കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, എടുത്തോണ്ട് പോയ പകുതി പൈസയെങ്കിലും തിരിച്ചു തന്നാൽ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ജ്വല്ലറി വാങ്ങിക്കുന്നതായിരിക്കും. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. നിങ്ങൾ ആരെങ്കിലും ആ 3 പേരെ എവിടെയെങ്കിലും കാണുന്നെങ്കിൽ എന്റെ ഈ വിനീതമായ അഭ്യർത്ഥന അവരെ അറിയിക്കുന്നതായിരിക്കണം പ്ലീസ്. കുറച്ച് അഭിമാനമുള്ളവനായിരുന്നെങ്കിൽ പോയി കെട്ടി തൂങ്ങി ചത്തേനെ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ.